നമ്മൾ കർത്താവിനെ പേടിച്ചിട്ടല്ല മര്യാദയ്ക്ക് ജീവിക്കേണ്ടത്. നമ്മളെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള എന്റെ പ്രതികരണമാണ് ഉത്തരവാദിത്വപൂർണമായ ജീവിതം. അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള എന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് ഉത്തരവാദിത്വപൂർണമായ ജീവിതം. ഞാൻ കൽപ്പനകൾ അനുസരിക്കുന്നത് എന്റെ ദൈവത്തെ പേടിച്ചിട്ടല്ല, ആ സ്നേഹം കിട്ടിയത് കൊണ്ട്. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിന്റെ സ്നേഹം എന്നെ സ്പർശിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് എന്റെ ധാർമ്മിക ജീവിതം വരുന്നത്. അല്ലാതെ ദൈവത്തെ പേടിച്ചിട്ടല്ല. ദൈവം പണി തരും, ദൈവം ശിക്ഷിക്കും, അങ്ങനെ ഭയന്നിട്ടല്ല. പുതിയ നിയമം മുഴുവൻ ഈ സ്നേഹമാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ ചിലപ്പോൾ ശിക്ഷയെക്കുറിച്ചൊക്കെ കണ്ടമാനം വായിക്കുകയും പേടിക്കുകയും രാത്രി ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ മുഴുവൻ സ്നേഹമാണ്. പുതിയ നിയമത്തിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് വല്ലപ്പോഴും ഒക്കെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാലും അവസാനം അവിടുത്തെ ജീവിതം കൊണ്ട് അവിടുന്ന് ചെയ്തത് എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് നമ്മളെ ശിക്ഷിച്ചോ? ഇല്ല. മറിച്ച് അവൻ എന്താണ് ചെയ്തത്? ആ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവൻ കാൽവരിയിൽ സ്വയം യാഗമായി മാറി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറി. സ്ലീഹ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി അവൻ പാപമായി മാറി. പാപമല്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. അതാണ് കർത്താവ്. ആ കർത്താവ് നമ്മളെ ശിക്ഷിക്കുമോ? എനിക്ക് വിശ്വാസമില്ല. ശിക്ഷിച്ചിട്ട് ശിക്ഷയെ ഭയന്നുള്ള ജീവിതമല്ല ക്രൈസ്തവ ജീവിതം, മറിച്ച് സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട ജീവിതം. അതാണ് അതിന്റെ ശക്തി. അതുകൊണ്ടാണ് ഈ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടവര് ജീവിതം കർത്താവിന് സമർപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വൈദികര്, സന്യസ്തര്, ഇവരൊക്കെ വർഷങ്ങളോളം ജീവിതം മുഴുവൻ കർത്താവിനെ ഓർത്ത് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ അവരെ കർത്താവിന്റെ സ്നേഹം സ്പർശിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രത്യുത്തരമാണ്. അതുപോലെ നിങ്ങള് വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ നല്ല കുടുംബജീവിതം നയിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ ദൈവത്തിന്റെ സ്നേഹം എവിടെങ്കിലുമൊക്കെ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ജീവിതം സമർപ്പിക്കാൻ പറ്റുക. അല്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ദൈവം പണി തരും, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് സ്നേഹിച്ചിട്ടാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ വരുന്ന ആരെങ്കിലും പേടിച്ചിട്ടാണ്. നമ്മുടെയൊക്കെ പള്ളികളിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം, കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവ്. ഇത്രയും ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവെല്ലാം കൂടെ ഇന്ത്യയിൽ അത് നേരെ ചൊവ്വേ അത് നിക്ഷേപിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവൻ വേണേ നല്ല ജോലി കൊടുക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം ഇവർ പ്രചരണം നടത്തിയും എല്ലാം കളയുകയാണ്. ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും 500 പേരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, 1000 പേരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക. അവർക്കൊക്കെ അത്ഭുതമുള്ള ഒരു കാര്യം, എല്ലാ ഞായറാഴ്ചയും വലിയ ഇടവകളിലൊക്കെ 1000, 2000, 3000, 4000, 5000 പേര് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്താ ചെലവ്? 3 മണി അടിച്ചാൽ മതി. 3 മണി അടിച്ചു കഴിഞ്ഞാൽ 1000 പേര് ഒരുമിച്ച് കൂടുക. എന്നെ ഇടപാടാ ഇത്? ഒരു അനൗൺസ്മെന്റും ഇല്ല, ഒരു പള്ളിയിൽ ഒരു അറിയിപ്പും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ അച്ഛന്മാരെല്ലാം ടെക്നോളജി എല്ലാം പഠിച്ചതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇതേ കുർബാനയുണ്ടെന്നൊക്കെ പറയും. ഇല്ലല്ലോ, ഇവർ വരും. അത് വലിയ അത്ഭുതമാണ്. നിരീശ്വരന്മാരെല്ലാം കൈകൊട്ടി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നതാ, ആ കോവിഡ് വന്നപ്പോ പള്ളിയെല്ലാം പൂട്ടിയേ, ദൈവം പരാജയപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര സങ്കടമായി. കാരണം എന്നാ, ആ പള്ളി ശകലിച്ചേ വിധം തുറന്നപ്പോഴേ ജനമെല്ലാം ഓടി വരികയാണ് പള്ളിയിലോട്ട്. 50 പേര് അനുവാദം ഉണ്ടായിരുന്നപ്പോൾ 100 പേര് വരുന്നു. ഞാനൊരു പള്ളിയിൽ ആ ഇടയ്ക്ക് പോയി, 50 പേർക്ക് പള്ളിയിൽ വരാൻ അനുവാദമുള്ളൂ. ആ സമയത്ത് ഞാനൊരു കുർബാനയ്ക്ക് ചെന്നപ്പം ഞാൻ നോക്കിയപ്പോൾ പള്ളിക്കകത്ത് 50 പേര്, പുറത്തൊരു 200 പേരുണ്ട്. ഞാൻ പറയും, വിചാരിച്ച ഇത് ശരിയാകത്തില്ല, പോലീസ് എന്നെയും പിടിച്ചോണ്ട് പോകും. ഉടനെ എന്നോട് അച്ഛൻ പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ അവരോട് പറഞ്ഞതാ. അവര് പറഞ്ഞു, അച്ഛൻ സേഫാ. അതിനാ പള്ളിക്കകത്ത് 50 അല്ലേ ഉള്ളൂ, ഞങ്ങൾ പുറത്ത് നിന്നോളാം, അതിന് ആർക്കെന്നെ പോലീസ് വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. കുർബാന കൊടുക്കാൻ നേരം ഞങ്ങൾക്ക് 200 പേർക്ക് കൂടെ ഒന്ന് തന്നേക്കണം. അതാണ്. ഇതെന്താണ് ഇതിന്റെ മാജിക്? എന്താണ്? ശിക്ഷയാണോ? അല്ല. പള്ളി വരണ്ടെന്ന് വിചാരിച്ചും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 50 പേര് വന്നാൽ മതി, കൂടുതൽ വരണ്ടെന്ന് പറഞ്ഞിട്ടും ജനം വരുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമാണ് പ്രിയപ്പെട്ടവര്, സ്നേഹമാണ്. അതാണ് ക്രൈസ്തവ വിശ്വാസം മുഴുവൻ, സ്നേഹമാണ്. ശിക്ഷയെ പേടിച്ചുള്ള ഒരു ജീവിതമല്ല. അത് വലിയ സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്, വലിയ ഒരു സ്നേഹത്തിന്റെ ജീവിതമാണ്. നമ്മള് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ
നമ്മൾ ഇതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം കാണുന്നുണ്ട് 19-ാമത്തെ അധ്യായത്തില്. അവിടെ ആരെയാണ് നമ്മൾ കണ്ടുമുട്ടുക? അവിടെ നമ്മൾ സക്കേവൂസിനെയാണ്. സക്കേവൂസ് വെറുക്കപ്പെട്ട മനുഷ്യനാണ്, പക്ഷെ വലിയ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഏത് സ്ഥാനമാണ്? ജില്ലാ കളക്ടറുടെ പൊസിഷനാണ് സക്കേവൂസ്. കാരണം ചുങ്കം പിരിവുകാരാണ്. ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ടാക്സ് ആണ്. ടാക്സ് കളക്ടറാണ് ഇയാള്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ ജില്ലാ കളക്ടർമാരെ എന്താണാവോ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, ഇവരെ എന്താണ് ഈ കളക്ടർ എന്ന് വിളിക്കുന്നത്? പിന്നെ ഞാൻ മനസ്സിലായത് ഇവർ കളക്ട് ചെയ്യുന്നത് ടാക്സ് ആണ്. ടാക്സ് കളക്ടർ, റവന്യൂ ആണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ചുങ്കം പിരിവുകാരനാണ് നമ്മുടെ സക്കേവൂസ്. ടാക്സ് കളക്ടറാണ്, വലിയ സ്ഥാനമൊക്കെ ഉണ്ട് ഇയാൾക്ക്. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് കർത്താവിനെ കാണണമെന്ന് ഒരാഗ്രഹമാണ്. അതാണ് കർത്താവിന്റെ ഒരു കാര്യം. കർത്താവിനെ കാണണമെന്ന് ഈ ചുങ്കക്കാരന് ഒരു വലിയ ദാഹം കൊടുക്കുകയാണ്. അയാളോടി സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. പൊക്കം കുറവായിരുന്നതിനാൽ എന്നാണ് കൂട്ടുകാരനായ ലൂക്ക എഴുതി വെക്കുന്നത്. പക്ഷേ ഏറ് പേടിച്ചും കൂടാണ്. കാരണം ഇവനെ കിട്ടുവാണെങ്കിൽ ഇരുട്ടടി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ആൾക്കാർ. കാരണം ഇവൻ യഹൂദനാണ്. യഹൂദനായിരിക്കെ യഹൂദന്മാരിൽ നിന്ന് കൊടുക്കേണ്ട നികുതിയുടെ 5-6 ഇരട്ടി കുത്തിന് പിടിച്ച് മേടിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി റോമാക്കാർക്ക് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം കീശയിലാക്കുന്ന വെറുക്കപ്പെട്ടവനാണ് ഈ സക്കേവൂസ്. ഇരുട്ടടി കൊടുക്കാൻ കാത്തിരിക്കുന്ന സക്കേവൂസ്. അവനാ മോളിൽ കയറി പാത്തിരിക്കുകയാണ്. കർത്താവും പരിവാരങ്ങളും കൂടെ വന്നു. കർത്താവ് സിക്കമൂർ മരത്തിന്റെ താഴെ എത്തിയപ്പോൾ മോളിലോട്ട് നോക്കി. ശിഷ്യന്മാരെല്ലാരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നതെങ്കിലും ഇതിനകത്ത് കാണണേ. ഇന്നലെയും കൂടെ അവൻ ഒരു മരത്തെ നോക്കി ഒന്നും കാണാഞ്ഞിട്ട് ശപിച്ചതാണ്, എന്തെങ്കിലും ഒരു ഫലം ഇവിടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ മുകളിലോട്ട് നോക്കിയപ്പം ദോണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ഇരിക്കുന്നു. ആഹാ, അത് ശരി, അപ്പൊ ഇവിടെ വന്നിരിക്കുക അല്ലെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. എന്നാ, കർത്താവ് അവനെ പിടിച്ചു. കർത്താവ് മിടുക്കരാ, കണ്ടോ, ആ സക്കേവൂസിനെ ഇപ്പൊ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കാത്തിരിക്കുകയാണ്. കർത്താവ് വന്നിട്ട് പറഞ്ഞു സക്കേവൂസിനോട്, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇപ്പം 2 പറയാൻ പോവാ, കേൾക്കാം. വിധിവാചകം കേൾക്കാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ കർത്താവ് എന്താ പറയുന്നത്? സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം. കളഞ്ഞ് അല്ലേ, ഒരു പഞ്ചില്ലാത്ത ഡയലോഗായിപ്പോയി എന്ന് നമ്മുടെ പിള്ളേര് പറയും. കിട്ടിയതല്ലേ, 2 കാച്ചണ്ടേ. അവൻ ജീവിതത്തിൽ ചുങ്കം പിരിക്കാത്ത രീതിയിൽ 2 അങ്ങോട്ട് കൊടുക്കണ്ടേ. അതിന് പകരം പറയുക നമുക്ക് ഫുഡടിക്കാം, ഇതൊക്കെയാണോ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? കർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് അല്ലേ, ഒരു ഡിസിപ്ലിനൊക്കെ വേണ്ടേ കർത്താവിന്? നമുക്കതങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ ശിക്ഷയുടെ ആശാന്മാരും ആശാട്ടികളും. ശിക്ഷ കൊടുത്താലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സക്കേവൂസിന്റെ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിയും. കർത്താവിന് പിന്നെ ഭോജനപ്രിയൻ എന്നൊക്കെ ദുഷ്പേരുണ്ട് പണ്ടേ. പിന്നെ ശിഷ്യന്മാർക്ക് പറയുകയും വേണ്ട, അവർക്ക് വിശപ്പിന്റെ അസുഖമുള്ള മനുഷ്യരാണ്. അവർക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ, ഫുഡ് കണ്ടില്ലേലും അവരുള്ളതെല്ലാം പറിച്ച് തിന്നുന്ന പാർട്ടികളാണ്, പോകുന്ന വഴിക്കല്ല. നാണക്കേടുണ്ടാക്കുന്ന ആൾക്കാരാണ് ശിഷ്യന്മാർ. അവരും ഇരുന്ന് കഴിപ്പോട് കഴിപ്പ്, എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഒരാൾക്ക് മാത്രം വിശപ്പില്ല. ആർക്കാണത്? സക്കേവൂസിനാണ്. സക്കേവൂസ് ഇറങ്ങി എഴുന്നേറ്റിട്ട് പറയുന്നത് എന്താണ്? കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. എന്റെ സക്കേവൂസെ, നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ കൊടുക്കാൻ? അല്ല, എന്നോട് ആരും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കൊടുക്കണം. കാരണം എന്താണ്? നിന്റെ സ്നേഹം എന്നെ സ്പർശിച്ചു. നിന്റെ അഗാധമായ കാരുണ്യം എന്നെ സ്പർശിച്ചു. നീ എന്നെ ശിക്ഷിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷേ നീ എന്നോട് വലിയ സൗഹൃദവും സ്നേഹവും കാട്ടി. അതുകൊണ്ട് നിന്റെ അഗാധമായ സ്നേഹം എന്നെ സ്പർശിച്ചു. അതുകൊണ്ട് എനിക്കിനി പഴയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഈശോ സക്കേവൂസിനെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ സക്കേവൂസ് തിരിച്ചു കൊടുത്തേനെ. ആ മേടിച്ചതൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്താൻ. ഇതങ്ങനല്ല, 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു. അതാണ് കർത്താവ്. എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ല. കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു, ഇത്രയേ ഉള്ളൂ. കാരുണ്യം കൊണ്ട് വ്യക്തികളിൽ മാനസാന്തരം ഉളവാക്കുന്ന അത്ഭുതകരമായ അജപാലന ശൈലിയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെത്. കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്ന് 1ന് 4 ഇരട്ടിയായിട്ട് നന്മ പുറത്തെടുക്കുന്ന അത്ഭുതകരമായ അജപാലന ശൈലിയായിരുന്നു കർത്താവിൻ്റെത്.
ഒന്നിനും 4 ഇരട്ടിയായിട്ട്. ഇതേ കണ്ടില്ലേ, ഞാൻ വാഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുത്തേക്കാതാണ് പറഞ്ഞത്. ഈ മനുഷ്യരെ എല്ലാം കർത്താവ് കണ്ടപ്പോൾ അവരെയൊക്കെ അവരിൽ അവിടുന്ന് കണ്ടത് അവരുടെ കുറവുകളല്ല, അവരുടെ സാധ്യതകളാണ്. സക്കേവൂസ് കർത്താവിന്റെ ശിഷ്യനായിരുന്നിരിക്കണം. ഏതായാലും പാപിനിയായ സ്ത്രീ അവൾ കർത്താവിന്റെ പ്രഘോഷകയായിട്ട് മാറി, അവൾ കർത്താവിന്റെ ശിഷ്യയായിട്ട് മാറി. അവളും മഗ്ദലന മറിയോ ഒക്കെ ഒരു ആളാണെന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാരൊന്നും എന്നോട് യോജിക്കത്തില്ല. എന്നാലും രണ്ടുപേരും കൂടെ ഒക്കെ ഒന്ന് കൂട്ടി ഏതാണ്ട് സ്വഭാവമൊക്കെ ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് രണ്ടും കൂടെ ഒരാളാണെന്ന് കരുതിയാൽ ഈ ആളിൽ നിന്നാണ് കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവളാണ് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെല്ലാവരും പാപിനിയായ സ്ത്രീയിൽ കണ്ടത് അവളുടെ പാപങ്ങളാണ്. ഇവളെയൊന്നും പള്ളി കയറ്റാൻ കൊള്ളത്തില്ല, പള്ളി പോയിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അവളെ നമ്മുടെ മാതൃവേദി അംഗമാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പ്രസിഡന്റ് ആക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളവളാണ് അവള്. അവള് ശരിയല്ല, അവള് കൊള്ളുകയല്ല, അവളുടെ ചരിത്രം ശരിയല്ല, അവള് പാപം ചെയ്തവളാണ്, അവൾ കുറവുകളുള്ളവനാണ്. നമ്മൾ അവളുടെ കുറവുകളാണ് കാണുന്നതെങ്കിൽ ഈശോ തന്റെ ഉത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷിയാകാനുള്ള അവളിലെ സാധ്യതയാണ് കണ്ടത്. ഇതാണ് നമ്മളും കർത്താവും തമ്മിലുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം.